Hi Sundaris, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേക്കപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ മുഖത്തെ കറുപ്പ് പാടുകൾ മറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കൺസീലറിൻ്റെ റിവ്യൂ, ഇത് LA Pro കൺസീലർ HD ഹൈ ഡെഫിനിഷൻ കൺസീലർ ആണിത്. സോ ഇതിൻ്റെ റിവ്യൂ കൂടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LA Pro കൺസീൽ HD ഹൈ ഡെഫിനിഷൻ കൺസീലർ എന്നാണ് പറയണത്. സോ ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡിൻ്റെ പേര് മീഡിയം ബേജ് എന്നാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു കൺസീലർ എന്ന് പറയാൻ ഈ ഒരൊറ്റ കൺസീലർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാനിത് 1.5 വർഷം മുമ്പ് മേടിച്ചതാണ്. അപ്പം മുതൽ ഇന്ന് വരെ കൺസീലർ എന്ന് പറയാനായിട്ട് ഞാൻ ഈ ഒറ്റൊരു സാധനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ പാക്കേജിങ് നോക്കാം. പാക്കേജിങ് വൈസ് വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, വളരെ നല്ല പാക്കേജിങ് ആണ്. ഇതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല, ദോഷമൊന്നും ഉണ്ടെന്ന് പറയാനില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ പ്രോഡക്റ്റ് വരുന്നത് അത്ര ഈവൻ ആയിട്ടാവില്ല വരണ്ടാവുക. സോ അങ്ങനെ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ തെറ്റില്ലാത്ത പാക്കേജിങ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ 1.5 വർഷം മുമ്പ് മേടിക്കുമ്പോൾ 500 സംതിങ് ആയിരുന്നു. ഇപ്പോൾ എത്രയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറയാം, നെറ്റിൽ നോക്കിയിട്ട് പറയാം. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് നൈക്കയുടെ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ കാണാം, ശരിക്കും പ്രൈസ് എന്ന് പറയുന്നത് 595 ആണ്. പിന്നെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ 15% ഡിസ്കൗണ്ട് ഉണ്ട് നൈക്കയിൽ. ആൻഡ് അത് ഇപ്പോൾ കിട്ടുന്നത് 506-നാണ്. ഇതുപോലെ ആമസോണിലും ഡിസ്കൗണ്ട് ഉണ്ടാവും, ഓരോന്നിലും ഓരോ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, എത്ര ഷെയ്ഡ്സ് ആണ് ഈ കൺസീലർ ഉള്ളത്. ഈ കൺസീലർ മാത്രമല്ല, നമുക്കിത് ആക്ച്വലി ഇതിൻ്റെ ഡാർക്കസ്റ്റ് ഷെയ്ഡ് മേടിക്കുകയാണെങ്കിൽ നമുക്കിത് കോൺടോറിങ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇതിൽ കളർ കറക്റ്ററും ഉണ്ട്. സോ ബേസിക്കലി ഈ കളർ കറക്റ്ററും കോൺടോറിങ് ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ആസിച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഷെയ്ഡുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 20 എണ്ണത്തിൻ്റെ മീതിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷെയ്ഡുകാർക്കും, അതായത് ഏത് നിറത്തിലുള്ളവർക്കും പറ്റിയ കൺസീലറും അതേപോലെ കോൺടോറിങ്ങും നമുക്ക് കിട്ടും. ഇരുനിറം ടു ഡാർക്ക് സ്കിൻ ടോണിലുള്ളവർക്ക് പ്രശ്നം, ഞാനിത് എല്ലാ വീഡിയോയിലും പറയണതാണ്, പക്ഷേ എനിക്ക് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഇപ്പോൾ അഫോർഡബിൾ റേഞ്ചുകളിൽ കൺസീലേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ 200, 300 എന്നൊക്കെ പറഞ്ഞിട്ട് ചില ബ്രാൻഡുകളിൽ നിന്നൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷേ അതിലൊന്നും നമുക്ക് പറ്റിയ ഷെയ്ഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറ്റാത്തൊരു ഷെയ്ഡ് മേടിച്ചിട്ട് യാതൊരു ഉപയോഗമില്ല. അത് നമ്മൾ ഏതൊരു ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും ബേസ് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ഡിലുള്ളത് തന്നെ മേടിക്കണം. അല്ലാണ്ട് നമുക്ക് അല്ലാണ്ട് വേറെ നമ്മുടെ ഷെയ്ഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് മേടിച്ചിട്ട് യാതൊരു ഉപകാരമില്ല. സോ അതാണ് ഞാൻ പറയാൻ കാരണം, ഇതിൽ നമ്മുടെ ഷെയ്ഡിലുള്ള കൺസീലർ കിട്ടും. സോ കൺസീലർ നമുക്ക് 2 തരത്തിൽ മേടിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ ഷെയ്ഡിലുള്ള കൺസീലർ മേടിച്ചിട്ട് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ അകറ്റാനും അതേപോലെ ഡാർക്ക് സർക്കിൾസ് നമുക്ക് മറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലർ വേണമെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ മേടിക്കാം. അതെന്താ നമുക്ക് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡ്രൈ സർക്കിൾസ് ഒക്കെ നമ്മൾ കൺസീൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത പാടുകളൊന്നും മറയ്ക്കാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ഹൈലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ സ്കിൻ ടോണിന് എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന ഒരു കൺസീലർ മേടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡാർക്ക് മാർക്സ് ഒക്കെ ഹൈഡ് ചെയ്യാനോ അതേപോലെ അൺഡ്രൈ സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് എഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ മേടിച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു കൺസീലർ, നല്ല കൺസീലർ ഉണ്ടെങ്കിൽ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡായിട്ടും മേടിക്കാം. സോ അത് ഞങ്ങൾക്കിത് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 8 gram ഓഫ് പ്രോഡക്റ്റ് ആണ്. 8 gram ഓഫ് പ്രോഡക്റ്റ് 595 rupees എന്ന് പറയുന്നത് അത്ര കൂടുതലല്ല ഒരു നല്ല കൺസീലറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം ഇത് എഫോർഡബിൾ ആണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് 1.5 വർഷത്തിനും മീതിയായി ഞാൻ ഉപയോഗിക്കണു. ഇനി ഇഷ്ടം പോലെ പ്രൊഡക്റ്റാണ്. കൺസീലർ എന്ന് പറഞ്ഞൊരു തുണ്ട് മതി, നമുക്ക് അധികമൊന്നും വേണ്ട. സോ അത് അങ്ങനെയുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല, അതായത് തിക്ക് ടെക്സ്ചറാണ്. ഇതിപ്പോൾ ഞാനിത് ഡിസ്പെൻസ് ചെയ്ത് കാണിക്കാം. ഇത് പുറത്തേക്ക് വരുന്നത് കാണാം. ഇങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഷെയ്ഡ് ഞാൻ ഓൺലൈനാണ് മേടിക്കേണ്ടായത്. അപ്പോൾ എൻ്റെ എക്സാക്ട്ലി സ്കിൻ ടോൺ അല്ല, മുഖത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു തരിക്ക് ലൈറ്ററാണ്. പക്ഷെ എന്നാൽ വല്ലാണ്ട് ലൈറ്ററല്ല. എനിക്ക് ഒരു പരിധി വരെ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയണത്. നിങ്ങൾക്കിത് കാണാൻ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് പോവും. നമ്മളിങ്ങനെ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ അറിയില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യണം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഫേസിനെക്കാട്ടിലും ഒരുപാട് ഡാർക്കറാണ് എൻ്റെ
കൈ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ബ്ലെൻഡിങ് കേപ്പബിലിറ്റി നോക്കുകയാണെങ്കിലും രണ്ടും വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റേയിങ് പവർ എന്ന് പറയുന്നത് നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഒരു 8 to 9 hours എന്തായാലും ലാസ്റ്റ് ചെയ്യും, ഇൻടാക്റ്റ് ആയിട്ടിരിക്കും. എനിക്ക് പിന്നെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ ഇത് കുറേ കൂടി നേരം ലാസ്റ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും ഡെഫിനറ്റ്ലി ഒരു 5 hours എന്തായാലും ലാസ്റ്റ് ചെയ്യും. സോ ലാസ്റ്റിംഗ് പവറും വളരെ നല്ലതാണ്. പിന്നെ അവസാനം നമുക്കിതിൻ്റെ അവൈലബിലിറ്റിയാണ് പറയാനുള്ളത്. അവൈലബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ മേടിക്കേണ്ടി വരും. നമുക്ക് ഇവിടെ എനിക്ക് എവിടെയാണ് സ്റ്റോർ എന്നുള്ളത് സ്റ്റോർ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതൊരു ഡിഫക്റ്റാണ്. കാരണം നമുക്ക് ഷെയ്ഡ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. നമ്മുടെ ഷെയ്ഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്കിപ്പോൾ പുറത്ത് സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ട്രൈ ചെയ്ത് മേടിക്കാം. ഇവൻ ദോ ഇത് അമേസിങ് കൺസീലർ ആണെങ്കിലും ഇത് നമുക്ക് ഷെയ്ഡ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഏകദേശം ഞാനിപ്പോൾ എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കാം. പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആസ് എ കൺസീലർ ഇതിൻ്റെ ജോലി അസലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ ഭയങ്കര നല്ലതാണ്. ഇത് സെക്കൻഡ് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അവിടെ ഈ കൺസീലർ ഇട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. ഒരു ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സിൽ അതങ്ങോട്ട് സെറ്റാവും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അത് ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ അത് അത്യാവശ്യം എഫോർഡബിൾ ആണെന്ന് വേണം പറയാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിലാണെന്ന് വേണം ഇത് പറയാനായിട്ട്. പിന്നെ 4th പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ് ആണ്. സോ അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് ഭയങ്കര ഒരു സ്പെസിഫിക്കലി പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവൈലബിലിറ്റി ഓൺലൈൻ ആണ് അവൈലബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡ് കണ്ടുപിടിക്കാൻ ഒരു ഭയങ്കര പ്രയാസമാണ്. ഓൺലൈൻ മേടിക്കുമ്പോൾ ഷെയ്ഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശ് നഷ്ടമാവും. സോ അതൊരു നെഗറ്റീവ് തന്നെയാണ്. സോ ബേസിക്കലി ഞാൻ എങ്ങനെയാണ് ഫൗണ്ടേഷൻ ഷെയ്ഡും ഇതും കൺസീലർ ഷെയ്ഡൊക്കെ ഓൺലൈനിൽ കണ്ടുപിടിക്കണമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇത് ഞാൻ ഇതിൻ്റെ ഡെമോ കാണിക്കാം. ഞാൻ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട് ഹൈഡ് ചെയ്യണേ എന്നുള്ളത് കാണിക്കാം. ബേസ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പിമ്പിൾസ് ഒട്ടും വരാറില്ല. യൂഷ്വലി പിമ്പിൾസ് വന്ന് പോയിട്ടാണല്ലോ നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടാവുക. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്. സോ ഇതിപ്പോൾ ആക്ച്വലി ഒരു കുഞ്ഞു കുരു ഉണ്ടായിരുന്നു, അത് ഇമ്മ മാന്തിയപ്പോൾ വന്ന് സോ അതിപ്പോൾ ഇമ്മ മാന്തിയപ്പോൾ വന്ന പാടാണിത്. ഇപ്പം ഞാനിത് കാണിക്കാം ഇതെങ്ങനെയാണ് മറിക്കണേ എന്നുള്ളത്. സോ ഓൾറെഡി ഈ ബ്രഷിൽ കുറച്ച് പ്രോഡക്റ്റ് ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ ഫോക്കസ് ആയില്ലേ. അപ്പോൾ ഇത് ഇവിടെയാണ് എനിക്ക് പാടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു തുണ്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്തിട്ട് ലേശം മതി കേട്ടോ, കുറച്ച് മാത്രം. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. സോ സോറി, എൻ്റെ നെയിൽ പോളിഷൊക്കെ നല്ല വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല തിരക്കിലാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ഒന്നിനും സമയം കിട്ടാത്തത്. ഐ എം സോ സോറി. എനിക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല എന്ന് ഭയങ്കര അഭംഗി തോന്നുന്നുണ്ടാവും. പക്ഷെ ഐ എം സോ സോറി ഫോർ ദാറ്റ്. സോ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഹൈഡായി. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇനി ഇതിൻ്റെ മീതെ ഇതിങ്ങനെ വെച്ചാൽ ഒരു 2 minutes ഇത് കംപ്ലീറ്റ്ലി സെറ്റായി മാറും. ആൻഡ് നൗ ജസ്റ്റ് കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഇതിൻ്റെ മീതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ കണ്ടോ ആ ഡാർക്ക് സ്പോട്ട് ഉള്ളതായിട്ട് അറിയുന്നുണ്ടോ? അത് നിങ്ങളൊരു ഫൗണ്ടേഷനോ BB ക്രീം എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇനി അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സ്പോട്ട്സ് മാത്രം മറിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസീലർ മേടിച്ചാൽ മതി. ജസ്റ്റ് സ്പോട്ട്സുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്ത് കൈകൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കോമ്പാക്ട് പൗഡർ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് എന്തോ ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. എനിക്കറിയാം കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മുഖത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ എന്താ BB ക്രീമും CC ക്രീമും ഫൗണ്ടേഷനും ഒന്നും ഉപയോഗിക്കേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒരു കൺസീലർ മേടിക്കുക. എവിടെയൊക്കെ മുഖത്ത് ഇങ്ങനെ സ്പോട്ട്സ് ഉണ്ടോ അവിടെയൊക്കെ ഈ പുട്ടായിട്ട് അത് വെക്കുക. എന്നിട്ട് അത് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി. ബ്രഷ് ഒന്നും വേണ്ട, ജസ്റ്റ് കോമ്പാക്ട് പൗഡർ ഇടുക. നിങ്ങളുടെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. നിങ്ങളുടെ മുഖത്തെ പാടുകളും എല്ലാം മറയ്ക്കാനും സാധിക്കും. എൻ്റെ കണ്ണിൻ്റെ താഴെ കുറച്ച് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. സോ ഇതിപ്പോൾ എൻ്റെ കൺമഷി പരന്നത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നന്നായിട്ട് മറയ്ക്കുമോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കണ്ടു ഡാർക്ക് സർക്കിൾ മറയ്ക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഞാൻ എൻ്റെ ചിന്ന ഏരിയയിലും ഇടുന്നുണ്ട്, കാരണം അവിടെ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. ഓക്കെ, ഫോക്കസിലായി. ഇനി ഞാൻ വിരലുകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് കണ്ണും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? എന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല. ജസ്റ്റ് നിങ്ങളുടെ റിംഗ് ഫിംഗർ തന്നെ വെച്ചിട്ട് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ണിൻ്റെ താഴേക്കൊന്നും വലിച്ച് പിടിച്ചൊന്നും ബ്ലെൻഡ് ചെയ്യരുത്, കാരണം അത് നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര കേടാണ്.
അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കുറച്ചും കൂടി ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഇനി ഞാൻ എൻ്റെ ചിന്ന ഏരിയയിൽ ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അണ്ടർ ഐസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഭാഗം ഒന്ന് ഈ കൺസീലർ ഇട്ട ഭാഗം ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബേസ് മേക്കപ്പ് കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടുകളും വലിയ ടൂൾസും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാര്യം നടക്കും. പിന്നെ നമ്മുടെ മുഖത്ത് എന്തോ ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലിംഗും ഉണ്ടാവില്ല. അതേപോലെ കാണുന്ന ഒരാൾക്ക് ഒരുപാട് നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നൂല്ല. എന്നാൽ നമ്മുടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഹൈഡ് ആയിട്ടുണ്ട്. ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് പറ്റിയൊരു ഷെയ്ഡ് ഇതിൽ നിന്ന് കിട്ടും വെച്ചാൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആൻഡ് ബൈ ഇത്. ഇത് ആമസോണിലും നൈക്കിയിലും അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട്, ഞാൻ താഴെ ലിങ്ക് ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലാണ് ഡിസ്കൗണ്ട് ഉണ്ടാവുകയെന്ന് നമുക്കറിയില്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് 2-3 സൈറ്റുകളിൽ നോക്കിയിട്ട് ഡിസ്കൗണ്ടിൽ ഏറ്റവും അധികം ഡിസ്കൗണ്ട് ഏതിലാണുള്ളത് അതിൽ നിന്ന് മേടിക്കുന്നതാവും കേട്ടോ, നന്നാവുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ പേര് ചോദിക്കേണ്ടായി, ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാൻ കാശ് കൊടുക്കണമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രീ ആണ്. എൻ്റെ ചാനൽ എന്നല്ല, ആരുടെ ചാനൽ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്ന ഏതൊരു യൂട്യൂബറിൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അത് മിസ്സായിപ്പോവും. സോ നിങ്ങൾക്ക് അതേപോലെ എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.